1978 സെപ്റ്റംബർ 28 റോമിലെ വത്തിക്കാൻ സിറ്റിയിലെ അപ്പോസ്തോലിക് കൊട്ടാരത്തിലെ ഒരു മുറിയിൽ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ മൃതദേഹം ദുരൂഹമായി കണ്ടെത്തുന്നു. വെറും 33 ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഭരണകാലം അപ്രതീക്ഷിതവും ദുരൂഹവുമായ മരണത്തിൽ അവസാനിക്കുന്നു. ഔദ്യോഗികമായി ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പല അഭ്യൂഹങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇന്നും ആ മരണത്തിന്റെ പേരിൽ നിലനിൽക്കുന്നു. Pope John Paul I is dead. The announcement is received with a mixture of disbelief, shock and sadness. John Paul, the smiling Pope as he came to be known, had won the hearts of Catholics and non-Catholics throughout the world, during one of the shortest reigns in papal history. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ മരണം വത്തിക്കാന്റെ ഇരുണ്ട ചരിത്രത്തിലെ ഒരേ ഒരു ദുരൂഹതയല്ല. നൂറ്റാണ്ടുകളായി കത്തോലിക്ക സഭയുടെയും മാർപ്പാപ്പമാരുടെയും ചരിത്രം അധികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും നിഴലിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളുടെയും വിവാദങ്ങളുടെയും ഒരു വലിയ ശേഖരമാണ്. കത്തോലിക്ക സഭയുടെയും വത്തിക്കാന്റെയും ചരിത്രം വിശ്വാസത്തിന്റെയും അധികാരത്തിന്റെയും വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും സങ്കീർണമായ ഇതിഹാസമാണ്. നൂറ്റാണ്ടുകളായി ഈ സ്ഥാപനം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മീയ ജീവിതത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ചരിത്രം വിശുദ്ധിയുടെയും നന്മയുടെയും മാത്രം കഥയല്ല. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെയും വിവാദങ്ങളുടെയും ചിലപ്പോഴൊക്കെ ക്രൂരതകളുടെയും കരിനിഴലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ വത്തിക്കാന്റെയും കത്തോലിക്ക സഭയുടെയും ചരിത്രത്തിലെ ആ ഇരുണ്ട വശങ്ങളിലേക്ക് ഒരു എത്തിനോട്ടമാണ്. ഇതിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, വിവാദപരമായ സംഭവങ്ങൾ, ദുരൂഹമായ മരണങ്ങൾ, അധികാരത്തിന്റെ ദുരുപയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇൻക്വിസിഷന്റെ ക്രൂരതകൾ മുതൽ ആധുനിക കാലത്തെ ലൈംഗിക അതിക്രമങ്ങളുടെയും സാമ്പത്തിക അഴിമതികളുടെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വരെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Sexual abuse accusations against the Catholic Church have surged in recent decades. Thousands of cases, often involving children, have emerged across the world, including the US, Canada, Australia, Belgium, and most recently, France. In Canada, tens of thousands of Indigenous children are estimated to have been the victims of physical and sexual abuse. Former Pope Benedict XVI failed to take action against clerics in 4 cases of alleged sexual abuse in his native Germany. That's the conclusion of a report by a Munich law firm. The Archdiocese of Munich and Freising asked it to investigate allegations of sexual abuse between 1945 and 2019. Higher officials in the Catholic Church can and should be held accountable under theories of command responsibility or superior responsibility. And for their actions, for aiding and abetting the cover-ups which then facilitate and perpetuate more abuse. It now appears that the church in Kerala is having its own spotlight moment of the sexual abuse of women and also of minors by priests. It began with a scandal of a set of priests sexually exploiting a woman over several years, even using her confession in church against her. നമ്മളിന്ന് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ ദുരൂഹമായ മരണത്തെക്കുറിച്ചും വത്തിക്കാൻ ബാങ്കിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പിയൂസ് 12 മാർപ്പാപ്പയുടെ നിശബ്ദതയെക്കുറിച്ചും കൊളോണിയൽ കാലഘട്ടത്തിലെ കത്തോലിക്ക സഭയുടെ പങ്കിനെക്കുറിച്ചും തുറന്നു കാട്ടാൻ പോവുകയാണ്. കൂടാതെ ഇൻക്വിസിഷൻ, ക്രൂസൈഡുകൾ, ബോർജിയ മാർപ്പാപ്പമാർ തുടങ്ങിയ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളിലേക്ക് നമുക്ക് കടന്നില്ല. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രപരമായ സംഭവങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായേക്കാം. അതിനാൽ ഈ വിവരങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുകയും കൂടുതൽ പഠനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അടിയന്റെ ലക്ഷ്യം. ആയതിനാൽ സകല റെഫറൻസ് ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായി ഈ ഉള്ളവൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് വത്തിക്കാൻ കത്തോലിക്ക സഭയുടെ കൊലപാതകങ്ങളുടെ, അഴിമതിയുടെ, തീവ്രവാദത്തിന്റെ, ക്രൂരത നിറഞ്ഞ ഇരുണ്ട വശങ്ങളുടെ കാലം പറഞ്ഞ കഥകളാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രം ആരംഭിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ്. ആദ്യകാല മാർപ്പാപ്പമാർ റോമൻ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിന്റെ ശൂന്യതയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. മധ്യകാലഘട്ടത്തിൽ മാർപ്പാപ്പമാർ യൂറോപ്പിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രീയ നേതാക്കളായി മാറി. ഈ കാലഘട്ടത്തിൽ സഭയുടെ അധികാരം നിലനിർത്താൻ പലപ്പോഴും ക്രൂരമായ മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് ഇൻക്വിസിഷൻ. വിശ്വാസവിരുദ്ധരെയും എതിർക്കുന്നവരെയും ഇല്ലായ്മ ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട ഈ സംവിധാനം പീഡനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചു. 12-ാം നൂറ്റാണ്ടിലാണ് ഇൻക്വിസിഷൻ ആരംഭിക്കുന്നത്. കാതർ, വാൾഡൻസിയർ തുടങ്ങിയ മതവിരുദ്ധ പ്രസ്ഥാനങ്ങളെ നേരിടാനാണ് ഇത് രൂപീകരിച്ചത്.
പിന്നീട് ഇത് യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. വിശ്വാസ വിരുദ്ധരെയും എതിർക്കുന്നവരെയും കണ്ടെത്തുകയും വിചാരണ ചെയ്യുകയും ചെയ്യുക എന്നതായിരുന്നു ഇൻക്വിസിഷന്റെ പ്രധാന ലക്ഷ്യം. വിചാരണകൾ രഹസ്യമായിരുന്നു. പ്രതികൾക്ക് തങ്ങളുടെ അഭിഭാഷകരെ കാണാനോ തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അറിയാനോ അവകാശമുണ്ടായിരുന്നില്ല. പീഡനങ്ങൾ സാധാരണ സംഭവമായിരുന്നു. പ്രതികളെ നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ക്രൂരമായ പീഡനമുറകൾ അവർ ഉപയോഗിച്ചിരുന്നു. വിശ്വാസ വിരുദ്ധരെയും എതിർക്കുന്നവരെയും വധശിക്ഷയ്ക്ക് പോലും വിധേയരാക്കി. 12ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച മധ്യകാല ഇൻക്വിസിഷൻ മതവിരുദ്ധ പ്രസ്ഥാനങ്ങളെ നേരിടാനാണ് രൂപീകരിച്ചത്. 15ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ആരംഭിച്ച സ്പാനിഷ് ഇൻക്വിസിഷൻ ജൂതന്മാരെയും മുസ്ലിങ്ങളെയും വകവരുത്താനാണ് ലക്ഷ്യമിട്ടത്. പോർച്ചുഗീസ് കോളനികളിൽ പോർച്ചുഗീസ് ഇൻക്വിസിഷൻ വ്യാപകമായി നടപ്പിലാക്കി. ഗോവ ഇൻക്വിസിഷൻ ഇതിന് ഉദാഹരണമാണ്. ഗോവയിലെ ഇൻക്വിസിഷൻ പോർച്ചുഗീസ് കൊളോണിയൻ ഭരണത്തിന് കീഴിൽ നടന്ന കത്തോലിക്ക സഭയുടെ മതപരമായ നീതിന്യായ സംവിധാനമായിരുന്നു. ഇത് വർഷം 1560 മുതൽ 1820 വരെ നീണ്ടുനിന്നു. ഗോവയിലെ ഇൻക്വിസിഷന്റെ പ്രധാന ലക്ഷ്യം മതപരമായ വ്യതിയാനങ്ങൾ ഇല്ലാതാക്കുക, കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കുക എന്നിവയായിരുന്നു. പോർച്ചുഗീസ് കൊളോണിയൻ ഭരണത്തിന് കീഴിൽ ഗോവയിൽ കത്തോലിക്ക മതം സ്ഥാപിക്കപ്പെട്ടു. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെയും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെയും ലക്ഷ്യമിട്ടാണ് ഇൻക്വിസിഷൻ ആരംഭിച്ചത്. വർഷം 1560 ഇൻക്വിസിഷൻ ഔദ്യോഗികമായി ഗോവയിൽ സ്ഥാപിച്ചു. കത്തോലിക്ക മതത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ ശിക്ഷിക്കുക, തദ്ദേശീയരെ നിർബന്ധിച്ച് കത്തോലിക്ക മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക, മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ ഇല്ലാതാക്കുക, മതപരമായ ഏകീകരണം ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. ഇൻക്വിസിഷന്റെ വിചാരണകൾ രഹസ്യമായിരുന്നു. പ്രതികളെ ക്രൂരമായി പീഡിപ്പിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. മതവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഹിന്ദുക്കൾ, ജൂതന്മാർ, മുസ്ലിങ്ങൾ എന്നിവരെ ലക്ഷ്യമിട്ടു. തദ്ദേശീയരുടെ മതപരമായ ആചാരങ്ങൾ നിരോധിച്ചു. നിർബന്ധിത മതപരിവർത്തനം വ്യാപകമായി നടപ്പിലാക്കി. 17ാം നൂറ്റാണ്ടിൽ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലി ഇൻക്വിസിഷന്റെ വിചാരണ നേരിടേണ്ടി വന്നു. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന അദ്ദേഹത്തിന്റെ സിദ്ധാന്തം സഭയുടെ വിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. അദ്ദേഹത്തെ നിർബന്ധിച്ച് തന്റെ സിദ്ധാന്തം തെറ്റാണെന്ന് പറയിപ്പിക്കുക വരെ ഉണ്ടായി. ഭൂമിയുടെ പഴക്കം 6000 വർഷമാണെന്ന് വാദിച്ചിരുന്ന കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പായിരുന്നു 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെയിംസ് അഷർ. അച്ഛൻ പറഞ്ഞാൽ പിന്നെ സത്യമായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന അയർലൻഡ് വിശ്വാസികൾക്ക് ഇടയിൽ ഒരാൾ മാത്രം ആ കാര്യത്തെ എതിർത്തു. അദ്ദേഹമാണ് ജെയിംസ് ഹട്ടൺ. അദ്ദേഹം ഈ വാദത്തെ എതിർത്തതിനെ തുടർന്ന് കത്തോലിക്ക സഭ അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക വരെ ഉണ്ടായി. ശേഷം അദ്ദേഹം 6000 വർഷത്തിന്റെ കഥ പൊളിച്ചെടുക്കുകയും ഭൂമിയിലെ കല്ലിനും മണ്ണിനും വെള്ളത്തിനുമെല്ലാം കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ ഇൻക്വിസിഷന്റെ ഇരകളായി. ഭയം, അസഹിഷ്ണുത, മതപരമായ തീവ്രവാദം എന്നിവ പ്രചരിപ്പിച്ചു. തദ്ദേശീയ സംസ്കാരത്തെ നശിപ്പിച്ചു. ഗോവയിലെ സാമൂഹിക ജീവിതത്തെ തകർത്തു. പിന്നീട് 1820 ഗോവയിൽ ഇൻക്വിസിഷൻ ഔദ്യോഗികമായി നിർത്തലാക്കി. എന്നിരുന്നാലും ഇൻക്വിസിഷന്റെ ഭീകരമായ ഓർമ്മകൾ ഇന്നും ഗോവൻ ജനങ്ങളിൽ നിലനിൽക്കുന്നു. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടന്ന കുരിശുയുദ്ധങ്ങൾ, അതായത് ക്രൂസൈഡുകൾ, ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ സംഭവങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ നാടുകൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഈ യുദ്ധങ്ങൾ മതപരമായ തീവ്രവാദത്തിന്റെയും രാഷ്ട്രീയ അധികാരത്തിന്റെയും ഒരു മിശ്രിതമായിരുന്നു. 11ാം നൂറ്റാണ്ടിൽ സെൽജുക് തുർക്കികൾ വിശുദ്ധ നാടുകൾ പ്രധാനമായും ജെറുസലേം കീഴടക്കി. ഇത് ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. പോപ്പ് അർബൻ രണ്ടാമൻ ക്ലെർമോണ്ടിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ആദ്യത്തെ കുരിശുയുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. വർഷം 1096 തുടങ്ങിയ ഒന്നാം കുരിശുയുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ ജെറുസലേം പിടിച്ചടക്കി. വർഷം 1147 തുടങ്ങിയ രണ്ടാം കുരിശുയുദ്ധം പരാജയത്തിൽ കലാശിച്ചു. വർഷം 1189 തുടങ്ങിയ മൂന്നാം കുരിശുയുദ്ധത്തിൽ റിച്ചാർഡ് ഒന്നാമൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ പങ്കെടുത്തു. ജെറുസലേം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചില പ്രദേശങ്ങൾ അവർ കൈയടക്കി. വർഷം 1202 തുടങ്ങിയ നാലാം കുരിശുയുദ്ധത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം കൊള്ളയടിച്ചു. ഇത് കിഴക്കൻ പടിഞ്ഞാറൻ സഭകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. മറ്റ് നിരവധി ചെറിയ കുരിശുയുദ്ധങ്ങൾ പിന്നീട് നടന്നു. കുരിശുയുദ്ധങ്ങളിൽ നിരവധി കൂട്ടക്കൊലകളും ക്രൂരതകളും നടന്നു. ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെയും ജൂതന്മാരെയും കൊലപ്പെടുത്തി. കുരിശുയുദ്ധങ്ങൾക്ക് മതപരമായ ലക്ഷ്യങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. യൂറോപ്പിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കാൻ ഇത് ഉപയോഗിച്ചു. മധ്യകാലഘട്ടത്തിലെ പല മാർപ്പാപ്പമാരും അധികാര ദുർവിനിയോഗം, അഴിമതി, ധൂർത്ത് എന്നിവയിൽ ഏർപ്പെട്ടിരുന്നു. അവർ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അനധികൃതമായി സ്ഥാനമാനങ്ങൾ നൽകുകയും രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്തു. നവോത്ഥാന കാലഘട്ടത്തിൽ കലയുടെയും സംസ്കാരത്തിന്റെയും വളർച്ചയോടൊപ്പം സഭയിലെ അഴിമതികളും വിവാദങ്ങളും വർദ്ധിച്ചു വന്നു.
അതിൽ പ്രധാനപ്പെട്ടതാണ് ബോർജിയ മാർപ്പാപ്പമാർ. അലക്സാണ്ടർ ആറാമൻ മാർപ്പാപ്പയും അദ്ദേഹത്തിന്റെ കുടുംബവും അധികാരത്തിനും സമ്പത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായിരുന്നു. കൊലപാതകങ്ങൾ, ഗൂഢാലോചനകൾ, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവ അവരുടെ ഭരണകാലത്ത് സാധാരണ സംഭവമായിരുന്നു. യോദ്ധാവായ മാർപ്പാപ്പ എന്നറിയപ്പെട്ടിരുന്ന ജൂലിയസ് രണ്ടാമൻ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി യുദ്ധങ്ങൾ നടത്തി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ആഡംബര ജീവിതം നയിച്ചിരുന്ന ലിയോ പത്താമൻ സഭയുടെ സാമ്പത്തിക സ്ഥിതിയെ തകർത്തു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം ആരംഭിച്ചതുപോലും. കത്തോലിക്ക സഭ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതർ എതിർക്കുക വരെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പെന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ ഉണ്ടാവുന്നത് പോലും. മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗങ്ങളുടെ രൂപീകരണത്തിനും കത്തോലിക്ക സഭയിൽ വലിയ പരിഷ്കരണങ്ങൾക്കും കാരണമായി. 1483 ജർമ്മനിയിലാണ് മാർട്ടിൻ ജനിച്ചത്. അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനും ദൈവശാസ്ത്ര അധ്യാപകനുമായിരുന്നു. കത്തോലിക്ക സഭയിലെ ചില ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അദ്ദേഹത്തിന് വളരെ എതിർപ്പുണ്ടായിരുന്നു. പണം നൽകി പാപങ്ങൾ മോചിപ്പിക്കാമെന്ന വിശ്വാസത്തെ ലൂതർ ശക്തമായി എതിർത്തു. ഇത് ബൈബിളിന് വിരുദ്ധമാണെന്ന് അദ്ദേഹം വാദിച്ചു. മാർപ്പാപ്പയ്ക്ക് ദൈവത്തിന്റെ പേരിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടെന്ന വിശ്വാസത്തെ ലൂതർ ചോദ്യം ചെയ്തു. ബൈബിളാണ് പരമോന്നത അതോറിറ്റി എന്ന് അദ്ദേഹം വാദിച്ചു. 1517 വിറ്റൻബർഗ് പള്ളിയുടെ വാതിലിൽ ലൂതർ 95 തിസീസുകൾ പതിച്ചു. പാപമോചന പത്രങ്ങൾക്കെതിരായുള്ള വിമർശനങ്ങളായിരുന്നു അതിന്റെ ഉള്ളടക്കം. ഈ തിസീസുകൾ വളരെ വേഗം യൂറോപ്പിൽ പ്രചരിച്ചു. ലൂതറിന്റെ ആശയങ്ങൾ കത്തോലിക്ക സഭയെ പ്രകോപിപ്പിച്ചു. 1521 ലൂതറിനെ സഭയിൽ നിന്ന് പുറത്താക്കി. ലൂതറിന്റെ പുസ്തകങ്ങൾ നിരോധിച്ചു. അതേ തുടർന്ന് ലൂതറിന്റെ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായികൾ പ്രചരിപ്പിച്ചു. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായി. ലുതറൻ, കാൽവിനിസ്റ്റ് തുടങ്ങിയ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ രൂപം കൊണ്ടു. കൗൺസിൽ ഓഫ് ട്രെൻഡ് പോലുള്ള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. അദ്ദേഹം കത്തോലിക്ക സഭയിലെ ചില അഴിമതികൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. മാർട്ടിൻ ലൂതർ യൂറോപ്പിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. പഴയ കാലത്ത് മാത്രമല്ല, ആധുനിക കാലത്തും കത്തോലിക്ക സഭ നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കത്തോലിക്ക പുരോഹിതർ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങൾ സഭയുടെ പ്രതിച്ഛായയെ വളരെയധികം തകർത്തു. വത്തിക്കാൻ ബാങ്കിലെ സാമ്പത്തിക അഴിമതികൾ പലപ്പോഴും മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ട്. ഈ അഴിമതികളിൽ സഭയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപണങ്ങളുമുണ്ട്. 1978 ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ ദുരൂഹമായ മരണം ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ വത്തിക്കാൻ ബാങ്കിലെ അഴിമതികളും രാഷ്ട്രീയ ഗൂഢാലോചനകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. അതിലൊന്നാമത്തെ വൈരുദ്ധ്യമാണ് മൃതശരീരം ആദ്യം കണ്ട ആളുകളിൽ ഉള്ള തിരിമറി. ആദ്യം ഒരു പുരോഹിതനാണ് മൃതശരീരം കണ്ടത് എന്ന് പറഞ്ഞു. പിന്നീട് ആ മൊഴി മാറ്റി 2 കന്യാസ്ത്രീകളാണ് കണ്ടതെന്ന് പറഞ്ഞു. എന്തിനേറെ പറയണം, അദ്ദേഹത്തിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അവർ സമ്മതിച്ചില്ല. വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ്. രാത്രിയിൽ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം കയ്യിലിരിക്കെ ഹൃദയാഘാതം വന്ന് മരിച്ചുവെന്നാണ് വത്തിക്കാൻ പറഞ്ഞത്. എന്നാൽ ഈ വിശദീകരണം പലരും ഇന്നും വിശ്വസിക്കുന്നില്ല. കാരണം മാർപ്പാപ്പയുടെ ആരോഗ്യം നല്ല നിലയിലായിരുന്നുവെന്നും മരണത്തിന് തലേ ദിവസം വരെ അദ്ദേഹം ഊർജ്ജസ്വലനായിരുന്നുവെന്നും പലരും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ വത്തിക്കാൻ ബാങ്കിലെ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വർക്ക്സ് ഓഫ് റിലീജിയൻ, അഴിമതിക്കെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. പോൾ മാർസിംഗസ്, റോബർട്ടോ കാൽവി തുടങ്ങിയവർ ഈ അഴിമതികളിൽ ഉൾപ്പെട്ടിരുന്നു. മാർപ്പാപ്പ ഈ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. P2, അതായത് പ്രൊപ്പഗണ്ട ഡ്യൂ എന്ന ഫ്രീമേസൺ ലോഡ്ജിന്റെ പങ്കിനെക്കുറിച്ചും ചില അഭ്യൂഹങ്ങളുണ്ട്. ഈ രഹസ്യ സംഘടന വത്തിക്കാന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. മാർപ്പാപ്പയുടെ മരണത്തിൽ ഈ സംഘടനയ്ക്ക് പങ്കുണ്ടെന്ന് ചിലർ വിശ്വസിച്ചിരുന്നു. മാർപ്പാപ്പയുടെ മരണത്തിന് തലേ ദിവസം ചില നിർണായക രേഖകൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും അവ കാണാതായെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ രേഖകൾ അഴിമതികളെ കുറിച്ചുള്ള തെളിവുകളായിരുന്നുവെന്ന് പറയപ്പെടുന്നു. മാർപ്പാപ്പയുടെ മരണശേഷം പല സുപ്രധാന തെളിവുകളും നശിപ്പിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം നടത്താത്തതും ചില സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്താതിരുന്നതും ഇതിന് ഉദാഹരണങ്ങളാണ്. മാർപ്പാപ്പയെ വിഷം നൽകി കൊലപ്പെടുത്തിയതാണെന്നും ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയുന്നു. ഡേവിഡ് യെല്ലോപ്പിന്റെ ഇൻ ഗോഡ്സ് നെയിം എന്ന പുസ്തകം ഈ സംഭവത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. ഈ പുസ്തകത്തിൽ മാർപ്പാപ്പയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ആരോപിക്കുന്നു. വത്തിക്കാൻ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചു. മാർപ്പാപ്പയുടെ മരണം സ്വാഭാവികമായിരുന്നുവെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. ദുരൂഹത ഉണ്ടാവാൻ കാരണങ്ങൾ പലതായിരുന്നു.
മാർപ്പാപ്പയുടെ പെട്ടെന്നുള്ള മരണം പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വത്തിക്കാൻ ബാങ്കിലെ അഴിമതി ആരോപണങ്ങൾ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം നടത്താത്തതും ചില തെളിവുകൾ നശിപ്പിച്ചതും സംശയങ്ങൾക്ക് കാരണമായി. വത്തിക്കാന്റെ രഹസ്യ സ്വഭാവം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായിച്ചു. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ മരണം ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്നു. ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പോപ്പ് പിയൂസ് 12 ഭരണകാലം, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധ സമയത്തെ അദ്ദേഹത്തിന്റെ നടപടികൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ വിവാദങ്ങൾ പ്രധാനമായും ജൂതന്മാരോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസി ജർമ്മനിയുടെ ജൂതന്മാരോടുള്ള ക്രൂരതകൾക്കെതിരെ പോപ്പ് പിയൂസ് 12 പരസ്യമായി പ്രതികരിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. ഹോളോകോസ്റ്റ് സമയത്ത് ജൂതന്മാരെ രക്ഷിക്കുന്നതിൽ അദ്ദേഹം വേണ്ടത്ര ശ്രമിച്ചില്ലെന്നും നാസി ഭരണകൂടവുമായി ഒത്തുതീർപ്പിലെത്തിയെന്നും ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ നിശബ്ദത ജൂതന്മാരുടെ ദുരിതങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല എന്ന വിമർശനത്തിന് കാരണമായി. 1983 15 വയസ്സുള്ള എമ്മാനുവല ഓർലാർഡി വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് കാണാതെയായി. അവരുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇന്നും പൂർത്തിയായിട്ടില്ല. ഈ സംഭവത്തിൽ വത്തിക്കാന്റെ പങ്ക് ആരോപിക്കപ്പെടുന്നു. വത്തിക്കാൻ ബാങ്കിന്റെ തലവനായിരുന്ന പോൾ മാർസിംഗസ് സാമ്പത്തിക അഴിമതികളിൽ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇറ്റാലിയൻ ബാങ്കറായ റോബർട്ടോ കാൽവി വത്തിക്കാൻ ബാങ്കുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് പലരും വിശ്വസിക്കുന്നു. അമേരിക്കൻ ആർച്ച് ബിഷപ്പായ പോൾ മാർസിംഗസ് 1971 മുതൽ 1989 വരെ വത്തിക്കാൻ ബാങ്കിന്റെ തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബാങ്ക് നിരവധി സാമ്പത്തിക അഴിമതികൾ നടത്തിയിരുന്നു. ഇറ്റാലിയൻ ബാങ്കറായ റോബർട്ടോ കാൽവി വത്തിക്കാൻ ബാങ്കുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ബാങ്കായ ബാൻകോ അംബ്രോസിയാനോ തകർന്നപ്പോൾ വത്തിക്കാൻ ബാങ്കിന്റെ പങ്ക് അന്വേഷിക്കപ്പെട്ടു. കാൽവിയുടെ ദുരൂഹ മരണം ഈ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കി. സമീപ വർഷങ്ങളിൽ വത്തിക്കാൻ ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ കുട്ടികൾ, കന്യാസ്ത്രീകൾ തുടങ്ങിയവർക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കത്തോലിക്ക പുരോഹിതർ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങൾ സഭയുടെ പ്രതിച്ഛായയെ വളരെയധികം തകർത്തു. ഇത് മറച്ചുവെക്കാൻ വത്തിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണങ്ങളുണ്ട്. അമേരിക്കയിലെ ബോസ്റ്റണിൽ പുരോഹിതർ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ കാർഡിനൽ ബെർണാഡ് ലോയുടെ പങ്ക് വിവാദമായിരുന്നു. ലെജിയനേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന കത്തോലിക്ക സംഘടനയുടെ സ്ഥാപകനായ ഫാദർ മാർസിയൽ മാസിയൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവങ്ങൾ പലപ്പോഴും രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇരകൾക്ക് നീതി ലഭിക്കുന്നതിൽ കാലതാമസമുണ്ടായി. സഭ ഈ സംഭവങ്ങളെ കൈകാര്യം ചെയ്ത രീതി പലപ്പോഴും വിമർശിക്കപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ മറച്ചുവെക്കാൻ വത്തിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണങ്ങളുണ്ട്. സഭയിലെ അധികാര ശ്രേണി ഈ സംഭവങ്ങൾ മറച്ചുവെക്കാൻ സഹായിച്ചു. ഇരകൾ പലപ്പോഴും ഭയവും നാണക്കേടും കാരണം പരാതിപ്പെടാൻ മടിച്ചു. സഭയുടെ നിയമങ്ങൾ ഇരകൾക്ക് നീതി ലഭിക്കുന്നതിൽ തടസ്സമായി. സഭയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവങ്ങളെ ഗൗരവമായി എടുത്തില്ല. പുരോഹിതന്മാരെ രക്ഷിക്കുവാനും സഭയുടെ പ്രതിച്ഛായ സംരക്ഷിക്കുവാനും സഭ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ അതിക്രമങ്ങൾക്ക് ഇരയായവരുടെ ദുരിതം വിവരണാതീതമാണ്. പലരും ജീവിതകാലം മുഴുവൻ മാനസിക ആഘാതങ്ങൾ അനുഭവിക്കുന്നു. ആദ്യം സഭ ഈ സംഭവങ്ങളെ അവഗണിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തു. എന്നാൽ മാധ്യമങ്ങളുടെയും ഇരകളുടെയും സമ്മർദ്ദം മൂലം സഭ പിന്നീട് ക്ഷമാപണം നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കത്തോലിക്ക പുരോഹിതന്മാർ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഉൾപ്പെട്ട കേസ് കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പുരോഹിതന്മാർ ഉൾപ്പെട്ട മറ്റ് പല ലൈംഗികാതിക്രമ കേസുകളും കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഭയ കൊലക്കേസും മറ്റൊരു സംഭവമാണ്. കേരളത്തിലെ കോട്ടയത്ത് 1992 സിസ്റ്റർ അഭയയുടെ ദുരൂഹ മരണം വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ആദ്യം ആത്മഹത്യ എന്ന് കരുതിയ ഈ കേസ് പിന്നീട് കൊലപാതകമാണെന്ന് തെളിഞ്ഞു. വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഈ കേസ് കേരളത്തിലെ കത്തോലിക്ക സഭയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. 1995 മധ്യപ്രദേശിൽ സിസ്റ്റർ റാണി മരിയ വധിക്കപ്പെട്ടു. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സിസ്റ്റർ റാണി മരിയെ ചില ഭൂവുടമകൾ വാടക കൊലയാളി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതായി പറയപ്പെടുന്നു.
ഈ സംഭവം ദരിദ്രർക്ക് വേണ്ടിയുള്ള കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും മിഷണറിമാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ ഇരകൾക്ക് നീതി ലഭിക്കുന്നതിനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനും സഭ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സഭ കുറ്റവാളികളെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം കേസുകളിൽ ഇരകൾക്ക് പിന്തുണ നൽകുന്നതിനും നീതി ലഭ്യമാക്കുന്നതിനും പല സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. 2023 മാത്രം 20 മിഷണറിമാർ കൊല്ലപ്പെട്ടു എന്ന് വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പല കേസുകളിലും ഇരകൾക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. ഇത്തരം കൊലപാതകങ്ങൾക്ക് പലപ്പോഴും രാഷ്ട്രീയപരവും സാമൂഹികവുമായ കാരണങ്ങളുണ്ട്. ഇത്തരം സംഭവങ്ങൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ വിശ്വാസ്യതയെ ഇത് ചോദ്യം ചെയ്യുന്നു. വത്തിക്കാനിൽ നിരവധി രഹസ്യ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അഭ്യൂഹങ്ങളുണ്ട്. പ്രൊപ്പഗണ്ട ഡ്യൂ എന്ന ഫ്രീമേസൺ ലോഡ്ജ് വത്തിക്കാന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പല വിവാദങ്ങൾക്കും കാരണമായി. ഓപ്പസ് ഡി ഒരു കത്തോലിക്ക സംഘടനയാണ്. എന്നാൽ ഈ സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അധികാര സ്വാധീനത്തെക്കുറിച്ചും പല ആരോപണങ്ങളും നിലവിലുണ്ട്. ഈ സംഘടനകളുടെ സ്വാധീനവും പ്രവർത്തനങ്ങളും പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ട ഒരു പുരാതന കത്തോലിക്ക സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതാണ്. നൈറ്റ്സ് ഓഫ് കൊളംബസ് ഒരു കത്തോലിക്ക സാഹോദര്യ സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ സ്വാധീനമുണ്ട്. ഇതൊക്കെ കൂടാതെ വത്തിക്കാൻ മറച്ചുവെച്ചിരിക്കുന്ന പല രഹസ്യങ്ങളുമുണ്ട്. വത്തിക്കാൻ സീക്രട്ട് ആർക്കീവ്സ് ലക്ഷക്കണക്കിന് രേഖകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ രേഖകളിൽ പലതും ചരിത്രപരമായ വിവരങ്ങൾ നൽകുന്നവയാണ്. എന്നാൽ ചില രേഖകൾ വിവാദപരമായ വിവരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആരോപണങ്ങളുണ്ട്. വത്തിക്കാൻ സീക്രട്ട് ആർക്കീവ്സ് ചരിത്രകാരന്മാർക്കും ഗവേഷകന്മാർക്കും ഒരു നിധി പോലെയാണ്. എന്നാൽ ചില രേഖകൾ പുറത്തുവിടാൻ വത്തിക്കാൻ വിമുഖത കാണിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ രേഖകൾ, ഇൻക്വിസിഷൻ കാലത്തെ രേഖകൾ, വത്തിക്കാൻ ബാങ്കിലെ സാമ്പത്തിക അഴിമതികളെക്കുറിച്ചുള്ള രേഖകൾ എന്നിവ വിവാദപരമായ വിവരങ്ങൾ നൽകുന്നവയാണ്. ഈ രേഖകൾ പൂർണ്ണമായും പുറത്തുവിടുന്നത് വത്തിക്കാന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും. മാർപ്പാപ്പമാർക്ക് എല്ലായ്പ്പോഴും ആത്മീയ നേതൃത്വം മാത്രമല്ല, രാഷ്ട്രീയ അധികാരവും ഉണ്ടായിരുന്നു. അവരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ പലപ്പോഴും വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിൽ മാർപ്പാപ്പമാർ വിശുദ്ധ റോമൻ ചക്രവർത്തിമാരുമായി അധികാരത്തിനായി നിരന്തരം പോരാടിയിരുന്നു. കാനോസയിലെ സംഭവം ഇതിന് ഒരു ഉദാഹരണമാണ്. മാർപ്പാപ്പമാർ പലപ്പോഴും രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപീകരിച്ചു. ഈ സഖ്യങ്ങൾ യൂറോപ്പിലെ രാഷ്ട്രീയ സ്ഥിരതയെ പോലും ബാധിച്ചു. ഇറ്റാലിയൻ രാഷ്ട്രീയത്തിൽ മാർപ്പാപ്പമാർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇറ്റാലിയൻ രാഷ്ട്രങ്ങളുടെ ഭരണത്തിൽ അവർ ഇടപെട്ടിരുന്നു. വത്തിക്കാന്റെ ഉള്ളിൽ പലപ്പോഴും അധികാര വടംവലികൾ നടന്നിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ സഭയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുമുണ്ട്. കർദിനാൾമാരുടെ കോളേജിൽ പലപ്പോഴും വിഭാഗീയത നിലനിന്നിരുന്നു. മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഈ വിഭാഗീയത സ്വാധീനം ചെലുത്തിയിരുന്നു. വത്തിക്കാനിൽ നിരവധി രഹസ്യങ്ങൾ ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ രഹസ്യങ്ങൾ പലപ്പോഴും വിവാദപരമായ വിവരങ്ങൾ നൽകുന്നവയാണ്. ഏലിയാസിന്റെ പ്രവചനങ്ങൾ വത്തിക്കാൻ രഹസ്യ രേഖാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ പ്രവചനങ്ങൾ ലോകാവസാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഫാത്തിമയിലെ മൂന്നാമത്തെ രഹസ്യം വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ രഹസ്യം പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് പലരും വിശ്വസിക്കുന്നു. വത്തിക്കാൻ ഏലിയൻ ബന്ധങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുവെന്ന് ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കൊളോണിയലിസത്തിന്റെ കാലത്ത് കത്തോലിക്ക സഭ യൂറോപ്യൻ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിച്ചു. ഇത് പലപ്പോഴും തദ്ദേശീയ സംസ്കാരങ്ങളുടെ നാശത്തിനും ചൂഷണത്തിനും കാരണമായി. സ്പാനിഷ്, പോർച്ചുഗീസ് കൊളോണിയൽ ശക്തികളുമായി ചേർന്ന് മിഷണറിമാർ തദ്ദേശീയ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു. ഈ പ്രക്രിയയിൽ തദ്ദേശീയ സംസ്കാരങ്ങൾ പലപ്പോഴും നശിപ്പിക്കപ്പെട്ടു. ആഫ്രിക്കയിലെ കൊളോണിയൽ ശക്തികളുമായി കത്തോലിക്ക സഭ അടുത്ത ബന്ധം പുലർത്തി. ഇത് കൊളോണിയൽ ഭരണകൂടങ്ങൾക്ക് മതപരമായ പിന്തുണ നൽകി. 20-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭ ചില ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുമായി സഹകരിച്ചു. ഇത് വിവാദങ്ങൾക്ക് കാരണമായി. 1929 വത്തിക്കാൻ മുസ്ലോനിയുമായി ലാറ്ററൻ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടിയിലൂടെ വത്തിക്കാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ മുസ്ലോനിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നു എന്ന വിമർശനവും ഉയർന്നു വന്നു. സ്പെയിനിലെ ഫാസിസ്റ്റ് ഭരണാധികാരിയായ ഫ്രാങ്കോയ്ക്ക് കത്തോലിക്ക സഭയുടെ പിന്തുണയുണ്ടായിരുന്നു. ഫ്രാങ്കോയുടെ ഭരണകൂടം കത്തോലിക്ക സഭയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു. വത്തിക്കാന്റെ സാമ്പത്തിക ഇടപാടുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളതാണ്. ഇത് അഴിമതിക്കും ദുരുപയോഗത്തിനും കാരണമായിട്ടുണ്ട്. തീവ്രവാദി എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് മുസ്ലിം മതത്തെയായിരിക്കും. പക്ഷേ ക്രിസ്ത്യൻ മതത്തിലും തീവ്രവാദികളുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കില്ലേ?
വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.